റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്കെതിരെ കടുത്ത പ്രതിഷേധങ്ങളാണ് അമേരിക്ക ഉയർത്തിയത്. അതിന് പിന്നാലെ 25% താരിഫ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന് പരസ്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇറാനിൽ നിന്നുള്ള വ്യാപാരത്തിന്റെ പേരിൽ 6 ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക നീക്കം ഇന്ത്യ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ മാസം ആദ്യം അജിത് ഡോവലും, ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും, ഈ മാസം 15-ന് ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യയിലേക്ക് എത്തുന്നു. നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ അജിത് ഡോവലിന്റെ ഒരു കൂടിക്കാഴ്ച നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നതാണ്. പക്ഷേ എസ് ജയശങ്കറിന്റെ പെട്ടെന്നുള്ള ഒരു നീക്കമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഈ വാർത്ത ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് ടൈംസ് ആണ്. അവർ പറയുന്നത് ഈ സൗഹൃദ രാഷ്ട്രമാണ്, സ്ഥിരതയുള്ള ബന്ധമുള്ള രാഷ്ട്രമാണ്, അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച എന്ന് ഒഫീഷ്യലായി പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഒരു യുദ്ധസമാനമായ സാഹചര്യം, എണ്ണ വാങ്ങാൻ കഴിയില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ US നടത്തുന്ന ശ്രമം, ഇതിനിടയിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള US-ന്റെ നീക്കം, ഇന്നലെയും മറ്റുമൊക്കെ ചില കപ്പലുകൾ മറ്റ് രാജ്യങ്ങളിൽ ഈജിപ്തിലേക്കും ചൈനയിലേക്കും പോകേണ്ടി വന്നു എന്നുള്ള വാർത്തകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മറുപടി നൽകിയിരുന്നു. തങ്ങൾ എണ്ണ വാങ്ങുന്നത് തുടരുമെന്നും റഷ്യ തങ്ങളുടെ സഹോദര രാഷ്ട്രമാണെന്നും ഏകപക്ഷീയമായ ഉപരോധങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ല എന്നുകൂടി ഇന്ത്യ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ത്യ പരസ്യമായി തന്നെ കളത്തിലിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് അമേരിക്കയും നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നിൽക്കുമ്പോൾ, മറുവശത്ത് റഷ്യക്കൊപ്പം ഇപ്പോൾ സ്ട്രോങ് ആയി നിലകൊള്ളുന്ന ഒരു രാജ്യം ഇന്ത്യയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വസ്ത പങ്കാളി റഷ്യയാണ്. അതുകൊണ്ട് തന്നെ അവരെ തള്ളിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയവും പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ന്യൂസ് ഡെസ്ക്.